ഒരു കാലത്ത് കാനഡയിൽ സ്ഥിരതാമസമാക്കുക എന്നത് പല വിദ്യാർത്ഥികളുടെയും വലിയ സ്വപ്നമായിരുന്നു. കാനഡയുടെ നിയമങ്ങൾ കൂടുതൽ കർശനമായതിനാൽ വിദ്യാർത്ഥികൾക്ക് ഇനി PR കിട്ടാൻ ബുദ്ധിമുട്ടാണെന്ന് ചിലർ കരുതുന്നുണ്ട്. എന്നാൽ ഇപ്പോഴും ധാരാളം വിദ്യാർത്ഥികൾക്ക് PR ലഭിക്കുന്നുണ്ട് എന്നതാണ് സത്യം. ഇതിലെ പ്രധാന വെല്ലുവിളി എന്താണെന്ന് വെച്ചാൽ PRന് ആവശ്യമായ CRS സ്കോർ, അതായത് കോംപ്രഹെൻസീവ് റാങ്കിംഗ് സിസ്റ്റം സ്കോർ പലപ്പോഴും വളരെ ഉയർന്നതാണ്. ഏകദേശം 500 പോയിന്റുകൾ മുകളിലാണ് പലപ്പോഴും വേണ്ടിവരുന്നത്. 480 അല്ലെങ്കിൽ 490 പോയിന്റുകളുള്ളവർക്ക് ഒരു ക്ഷണം ലഭിക്കുമെന്ന പ്രതീക്ഷയുണ്ടാകുമെങ്കിലും സമീപകാല നറുക്കെടുപ്പുകളിൽ 500-ൽ താഴെ സ്കോറുള്ളവരെ പരിഗണിക്കാറില്ല. 500-ൽ കൂടുതൽ CRS സ്കോറുള്ള ആളുകളുടെ എണ്ണം ദിവസവും കൂടിക്കൊണ്ടിരിക്കുകയാണ്. നിലവിൽ ഏകദേശം 23,000 ആളുകൾക്ക് 500-ൽ കൂടുതൽ സ്കോറുണ്ട്. സാധാരണയായി ഓരോ നറുക്കെടുപ്പിലും ഏകദേശം 3,000 പേർക്ക് മാത്രമാണ് ക്ഷണം ലഭിക്കുന്നത്. അതിനാൽ 500-ൽ കൂടുതൽ സ്കോറുള്ളവർക്ക് ക്ഷണം ലഭിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. കാനഡയിൽ പഠിക്കുകയും അവിടെ ജോലി പരിചയം നേടുകയും ചെയ്യുന്നത് പോയിന്റുകൾ കൂട്ടാൻ സഹായിക്കുമെങ്കിലും ഇത് മാത്രം മതിയാവില്ല 500-ന് മുകളിൽ സ്കോർ നേടാൻ. അതുകൊണ്ട് പലരും കൂടുതൽ പോയിന്റുകൾ നേടാൻ പുതിയ വഴികൾ തേടുകയാണ്. CRS സ്കോർ കൂട്ടാൻ ആളുകൾ ഉപയോഗിക്കുന്ന ചില വഴികളെക്കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത്. ആദ്യത്തേത് ഇംഗ്ലീഷ് ഭാഷ പ്രാവീണ്യം മെച്ചപ്പെടുത്തുക എന്നതാണ്. പലരും ഇംഗ്ലീഷിൽ CLB 7 അല്ലെങ്കിൽ CLB 8 പോലുള്ള ഉയർന്ന സ്കോറുകൾ നേടാൻ ശ്രമിക്കുന്നുണ്ട്. ഇത് പോയിന്റുകൾ കൂട്ടാൻ സഹായിക്കുമെങ്കിലും 500-ന് മുകളിലെത്താൻ ഇത് മാത്രം മതിയാകില്ല. മറ്റൊന്ന് ഫ്രഞ്ച് ഭാഷാ പ്രാവീണ്യം മെച്ചപ്പെടുത്തുക എന്നതാണ്. ഇത് വളരെ ഫലപ്രദമായ ഒരു വഴിയാണ്. ഇപ്പോൾ പലരും ഫ്രഞ്ച് പഠിക്കുകയും CLB 7 നേടാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. ഫ്രഞ്ചിൽ CLB 7 നേടിയാൽ 62 പോയിന്റുകൾ അധികമായി നേടാം. ചിലർ ഫ്രഞ്ച് സംസാരിക്കുന്നവരുമായി കൂടുതൽ ഇടപഴകാൻ ക്യൂബെക് പോലുള്ള പ്രവിശ്യകളിലേക്ക് താമസം മാറുന്ന സാഹചര്യവും ഇപ്പോഴുണ്ട്. പലരും തെരഞ്ഞെടുക്കുന്ന മറ്റൊരു വഴി കാനഡയിൽ മാസ്റ്റർ ബിരുദം പഠിക്കുക എന്നതാണ്. ഇത് കൂടുതൽ പോയിന്റുകൾ നൽകുകയും PR ലഭിക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യും. എന്നാൽ മാസ്റ്റർ പ്രോഗ്രാമുകൾക്ക് ഉയർന്ന ട്യൂഷൻ ഫീസ് ഉണ്ടാവാറുണ്ട്. അത് എല്ലാവർക്കും താങ്ങാൻ കഴിഞ്ഞെന്ന് വരില്ല. ചിലർ PR എന്ന ലക്ഷ്യത്തോടെ ബിരുദാനന്തര പഠനം നടത്തുന്നുണ്ട്. കൂടാതെ ബ്രിട്ടീഷ് കൊളംബിയയുടെ പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്ട്രീം പോലുള്ള നോമിനേഷൻ സ്ട്രീമുകൾ വഴി അപേക്ഷിക്കുന്നുമുണ്ട്. വിദേശത്ത് ജോലി പരിചയം നേടുക എന്നതാണ് മറ്റൊരു വഴി. ഇത് താരതമ്യേന പുതിയതും പ്രചാരമുള്ളതുമായ ഒരു രീതിയാണ്. പോസ്റ്റ് ഗ്രാജുവേഷൻ വർക്ക് പെർമിറ്റ് പൂർത്തിയാക്കിയ ശേഷം കാനഡയിൽ 1-2 വർഷം ജോലി ചെയ്ത ശേഷം പലരും അവരുടെ സ്വന്തം രാജ്യത്തേക്ക് ഏകദേശം 1 വർഷത്തേക്ക് മടങ്ങുന്നുണ്ട്. ഈ 1 വർഷത്തിനിടയിൽ അവർ സാധാരണയായി ഒരു ജോലിയും 6 മാസം മറ്റൊരു ജോലിയിൽ അടുത്ത മാസം 6 മാസവും ജോലി ചെയ്യുന്നു. വിദേശത്ത് ജോലി പരിചയം നേടുന്നതിലൂടെ നിരവധി ഗുണങ്ങളുണ്ട്. ഇതിവരുടെ CRS സ്കോറിലേക്ക് 50 പോയിന്റുകൾ അധികമായി ചേർക്കുന്നുണ്ട്. PR അപേക്ഷകൾക്കായി 2 വ്യത്യസ്ത ജോലി വിഭാഗങ്ങളിൽ അവസരങ്ങൾ തുറക്കും. അതായത് ഒരു ജോലി വിഭാഗത്തിനുള്ള നറുക്കെടുപ്പ് അനുകൂലമല്ലെങ്കിൽ അവർക്ക് മറ്റൊരു വിഭാഗത്തിൽ അവസരം ലഭിക്കും. ഈ മുൻകരുതൽ നടപടികളാണ് 500-ൽ കൂടുതൽ CRS സ്കോറുള്ള ആളുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നത്. 450 അല്ലെങ്കിൽ 460 പോയിന്റിൽ നറുക്കെടുപ്പ് വരുമെന്ന് പ്രതീക്ഷിച്ച പലരും കൂടുതൽ പോയിന്റുകൾ നേടാൻ ശ്രമിക്കുന്നവർക്ക് മാത്രമേ PR ലഭിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കിയിരിക്കുകയാണ്. ചിട്ടയായ പരിശ്രമത്തിലൂടെ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കുമെന്ന് പറയുന്നത് പോലെ കാനഡയിൽ PR നേടാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ കൂടുതൽ ശ്രദ്ധയോടെയും കൃത്യമായ ആസൂത്രണത്തോടെയും മുന്നോട്ട് പോകേണ്ടതുണ്ട്. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.